ഹലോ ഗൈസ്, നമുക്കേ ഇന്നൊരു ഇലയട ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ. ഇതേ പാപ്പൂസിന് വേണ്ടി ഉണ്ടാക്കുന്നതാണേ. പാപ്പൂസിന് ഇതുപോലെ ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ആവിയിൽ വേവിക്കുന്ന ഇലയട, പുട്ട്, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൻ കഴിക്കും. അപ്പോൾ ഇന്ന് ഇലയടയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 4 തവി ഗോതമ്പ് പൊടിയും 2 തവി അമൃതം പൊടിയും 1 തവി ഇൻസ്റ്റൻറ്റ് ഓട്സും ചേർത്തിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അമൃതം പൊടി പാപ്പൂസിന് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് കുറുക്കുണ്ടാക്കി കൊടുത്താലൊന്നും ആൾക്കത്ര പിടുത്തമില്ല. ഇതുപോലെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അങ്ങനെ നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകവും ഇട്ട് നന്നായി കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് കുഴയ്ക്കാൻ വേണ്ടി ഞാൻ ശർക്കര പാനിയാണ് എടുക്കുന്നത്. ഈ ശർക്കര പാനി നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെക്കുന്നതാണ് കേട്ടോ. കാരണം ശർക്കര ഉരുക്കുന്ന സമയത്ത് അതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ വിചാരിച്ചിട്ട് എപ്പോഴും ഞാനങ്ങനെ അരിച്ചെടുത്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാപ്പൂസ് പാൽ കുടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. രാവിലെ ഉറങ്ങി എണീറ്റ് വന്ന ഭാഗമാണ്. അങ്ങനെ പാലൊക്കെ കൊടുത്തപ്പോൾ ആളതും കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടേ. അവിടെ പോയി കിടന്ന് കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞാൻ നമ്മുടെ പൊടി നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം കൈകൊണ്ട് കുഴച്ചെടുത്തു കേട്ടോ. കാരണം അതിൽ നമ്മൾ ഓട്സ് ചേർത്തിട്ടുണ്ടല്ലോ, ആ ഓട്സ് ഒന്ന് കുതിർന്ന് വരണം. അതുപോലെ കൈകൊണ്ട് നന്നായി ഞെരടി കുഴയ്ക്കണം. അവസാനം ഇത്തിരി ചെറു ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കും. ഈ നെയ്യ് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുന്നതാണേ. ഞാൻ ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഇലയെടുത്തിട്ട് ആവി പാത്രത്തിൽ ആവി കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഇലയായി വാട്ടി എടുക്കുമ്പോൾ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഞാനിതുപോലെ അടയ്ക്കുള്ള ഇലയെല്ലാം കീറി ആ അട പുഴുങ്ങാനുള്ള പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കും കേട്ടോ. അപ്പോഴേക്കും പാപ്പൂസ് വന്നു. അപ്പം ഞാൻ അവനൊരു റസ്ക്കൊക്കെ കൊടുത്ത് ഒരു സൈഡിൽ കോംപ്രമൈസാക്കി ഇരുത്തുന്നുണ്ടേ. ഇല്ലെങ്കിൽ ഇതെല്ലാം അവൻ വലിച്ചിടും. അതിനുശേഷം ഞാൻ ഓരോ ഇല എടുത്തിട്ട് അതിലേക്ക് മാവ് ഇത്തിരി വെച്ചിട്ട് നമ്മൾ സാധാ അട പരത്തില്ലേ അതുപോലെ തന്നെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കൈ വെള്ളത്തിൽ മുക്കിയാൽ മതി കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ നമ്മുടെ അടയെല്ലാം പരത്തി അതിനെ ഇല കൊണ്ട് കവർ ചെയ്തിട്ട് 4 സൈഡും മടക്കി എല്ലാം അടുക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ പുഴുങ്ങുന്ന പോലെ തന്നെ ആവി പാത്രത്തിലേക്ക് അടുക്കി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക. ഒരു 20 മിനിറ്റ് മാക്സിമം. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതലും കൂടി വേവിക്കുക. അങ്ങനെ ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഇലയടയൊക്കെ ഇഷ്ടമാണോ? ഒരുപാട് രീതിയിൽ ഇലയട ഉണ്ടാക്കാൻ പറ്റും. അതുപോലെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലയട ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോയൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഇലയട റെഡി ആയി കേട്ടോ.